സുനിൽകുമാർ റെഡി അല്ലേ? സത്യൻ സാർ അവിടുന്ന് ഞാൻ സത്യൻ സാറിന്റെ അടുത്ത് പേര് മാറ്റാൻ പറഞ്ഞപ്പോഴേ ഫുൾ നെയിം എന്താ? സുനിൽകുമാർ. എന്നാ പിന്നെ സുനിൽകുമാർ എന്ന് വിളിക്കില്ല. ഞാൻ പറഞ്ഞു കുമാർ പറ്റാത്തോണ്ടാണ് സുനിൽ തന്നെ മാറ്റാൻ നോക്കുന്നത്. അതിലെന്താ സുനിൽകുമാർ ഇല്ലല്ലോ, നമുക്ക് സുനിൽ. എന്നിട്ട് വെറുതെ ഇരിക്കുമ്പോ സുനിൽകുമാർ റെഡി അല്ലേ? അപ്പൊ എനിക്കിത് കേൾക്കും. അപ്പോഴേക്കും അവിടുന്ന് ഒരാൾ ഷൗട്ട് ചെയ്യും സുനിൽകുമാർ റെഡി അല്ലോ. അതോടെ ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇത് തന്നെ ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ഉള്ളൂ നമ്മുടെ മനസ്സിൽ. ഞാൻ ഒരു പ്രേക്ഷകർ എന്നല്ല, നമുക്ക് എന്ത് സന്തോഷമാണെന്ന് അറിയാം. നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ കൂട്ടുകെട്ടാണ് നമുക്ക് പ്രേക്ഷകർക്ക് ഇഷ്ടം. അത് ഈ സിനിമയിൽ ഉണ്ടാവും. അതാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. അങ്ങനത്തെ ഒരു സിനിമ കൂടിയാണത്. അതെ, അങ്ങനത്തെ ഒരു സിനിമയാണ്. എനിക്ക് കുറെ പോസ്റ്ററൊക്കെ ഇറങ്ങുന്ന നരന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിരിക്കാനുള്ള മേക്കപ്പ് ഒക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സാധനം ഇംപ്രസ് ചെയ്യാൻ വേണ്ടിട്ടാ. ഒരു ശ്രീനിവാസൻ പഴയ, തീർച്ചയായിട്ടും എനിക്ക് ആ ഫീലാ വരുന്നത്. ഏത് സിനിമയാന്ന് നിങ്ങൾ പറയാ? ഏത് സിനിമയാണ്? പാർവതിയുടെ കൂടെയുള്ള സിനിമ. പൊന്മുട്ടയിടുന്നു ബട്ട് എനിക്ക് മൊത്തത്തില് ശ്രീനിവാസന്റെ ഓർമ്മയാവുന്നു. ആ ഒരു സാധനം നറിലേക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ടച്ചിലാട്ടെ എനിക്ക് അത് തോന്നിയത്. എനിക്ക് ശരിക്കും അത് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്രമാത്രം രസകരമായിട്ട് ഒരു ഫാമിലിക്ക് കാണാവുന്ന ഒരു ചിത്രമായിട്ടാണ് ക്വീൻ എലിസബത്തിന്റെ യാത്ര. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ഹ്യൂമർ സിനിമയ്ക്കകത്തുണ്ട്. നരേനിൽ നമ്മൾ കാണാത്ത, നമ്മൾ നരൻ നല്ല ഹ്യൂമർ സെൻസ് ഉള്ള ഒരാളാണ്. പക്ഷെ നമ്മൾ സിനിമയിൽ കൂടുതൽ ചെയ്തിട്ടുള്ള സീരിയസ് ക്യാരക്ടേഴ്സ് ആണ്. ഹ്യൂമർ അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ ഇതിനകത്ത് വളരെ സട്ടിലായിട്ടുള്ള ഭയങ്കര രസമായിട്ടുള്ള ചില ഹ്യൂമർ സീക്വൻസുകൾ ചെയ്തിട്ടുണ്ട് നരൻ. അത് നമുക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഈ നിർമ്മാതാവ് അഭിനയത്തിലേക്ക് കിടക്കുന്ന എല്ലാ സിനിമയിലും, നിങ്ങൾ നിർമ്മിക്കുന്ന എല്ലാ സിനിമയിലും നിങ്ങൾ അഭിനയിച്ചു, പുറത്തും പോയി അഭിനയിക്കുന്നു. ഈ അഭിനയത്തിനോടാണ് കൂടുതൽ താല്പര്യം? പണം മുടക്കിയിട്ട് ഒരു ക്യാരക്ടറിന്റെ പൈസ ലാഭിക്കാനുള്ള ലക്ഷ്യമാണോ? അഭിനയം ഉള്ളതുകൊണ്ടാണല്ലോ ഇതിൽ ഇറങ്ങുന്നത്. അതെ അല്ലേ? അല്ലെങ്കിൽ ഇറങ്ങുമോ? ഇല്ല, ഇറങ്ങില്ല. ഇല്ലല്ലോ. ഞാൻ എടുത്തില്ല. തിരിച്ചെടുത്ത്. അപ്പൊ ആ പാഷൻ തന്നെയാണ് സിനിമ എടുക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം. പിന്നെ നമ്മൾ നിർമ്മിക്കുന്ന പടത്തിലെല്ലാം അഭിനയിക്കുക എന്നുള്ളതല്ല കേട്ടോ. അത് ഡിഫറെന്റ്. അങ്ങനെയല്ല. എനിക്ക് പറ്റുന്ന ക്യാരക്ടർ ആണെങ്കിൽ ഞാൻ ചെയ്യും. ഭാവിയിലൊരു തിരക്കുള്ള താരമാവുക എന്നുള്ള ലക്ഷ്യം കൂടെ ഉണ്ട്. പപ്പേട്ടൻ എന്നെ അങ്ങനെ വളർത്തുന്നുള്ളതാണ് എനിക്കൊരു വാക്ക് തരിക. അതുകൊണ്ടാണ് പപ്പേട്ടന് കൊടുക്കാന്ന് പറഞ്ഞത് ഈ സിനിമ. മനസ്സിലായോ? അങ്ങനെയാണല്ലോ. കാരണം പപ്പേട്ടൻ ചെയ്യാൻ പോകുന്ന ഇനി പടങ്ങളൊക്കെ നല്ല നല്ല പടങ്ങളുണ്ട്. അപ്പൊ അതിലെന്തായാലും എനിക്ക് തരും. അതാണല്ലോ പപ്പേട്ടൻ ഇപ്പൊ ചെയ്തു കൊടുത്തത്. അല്ലേ? റോൾ കൊടുത്തു. വിളിച്ചപ്പോൾ മീരാക്ക ജോയിൻ ചെയ്യാണ് 18-ാം തീയതി. അപ്പൊ രഞ്ജിത്തും ഉണ്ട്. എന്നോട് പറഞ്ഞു അപ്പൊ എങ്ങനെ അത് ഇതിനകത്ത് ഒരു റോൾ എനിക്ക് കിട്ടി, അപ്പൊ എനിക്ക് തിരിച്ചു കൊടുക്കണം. ഇനിയിപ്പോ ജൂഡുണ്ട്, ജൂഡിനും കൂടെ പിടിക്കണം. വളരെ ക്ലിയർ ആണ്. ഇങ്ങനെ ഒരു പ്രൊഡ്യൂസർ നമ്മൾ കൃത്യമായിട്ട് പറയും. നമ്മൾ ക്ലിയർ അല്ലേ? നമുക്ക് മനസ്സിലൊന്നുമില്ല അല്ലേ? നമ്മൾ ഓപ്പണായിട്ട് പറഞ്ഞു. നല്ല ചേഞ്ച് ആണ് നോക്കുന്നതെങ്കിൽ മൈജി തന്നെ പോണം. ലാപ്ടോപ്പ് വിൽപ്പനയിൽ കേരളത്തിൽ നമ്പർ 1 ആണ് മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. Neetu's Academy, India's #1 language academy.